തമിഴ് സിനിമയിലെ ജയൻ രവി എന്നുള്ള നടൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം ഭാര്യയായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നമാണ് ഫാമിലിയിൽ. ഇത്രയും വലിയ ഒരു നടനാണ്, അദ്ദേഹം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിരുന്നത്. ഇപ്പോൾ ഭാര്യ പറയുന്നതും ഭാര്യയുടെ അമ്മായിയമ്മയും കൂടി അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഇത്രയും വലിയ ഒരു നടന് ഇതൊന്നും സ്വയമായി ഇവരെയൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. അതാണ് കുടുംബത്തിൻ്റെ ചില പ്രശ്നം. നിങ്ങളൊന്ന് കേട്ടു നോക്കും. சும்மாவே இருக்கணும், என்ன கிண்டல் பண்ணாலும். ஏன் என்ன நான் செலிபிரிட்டி இமேஜ் தேவையில்லை. மனுஷன் முதல்ல, நான் ஆம்பளை பொம்பளை அப்புறம் மனுஷன். ஒரு மனுஷனுக்கு ஒரு கஷ்டம் வரும்போது அப்ப மட்டும்தான் தெரியும் அவங்க கூட யார் இருப்பாங்க. அப்படின்னு என்ன பண்ணுதாங்க கெனிஷா. எப்படி வளர்ந்தவங்க தெரியுமா அவங்க வீடியோ போட்டா அதுல ஒரு சைபர் புள்ளி. ஒரு பொண்ணு என்ன புரிஞ்சுக்கிச்சு, ஏன் பார்க்காத ஹீரோயினாங்க, என் வேலையே அழகான பொண்ணுங்க கூட தான் நடிக்கிறது, அதான் என் வேலையே. எப்படி அழகில்லம்மா இங்க போயிட்டாங்களா? இத்தனை வருஷம் சொல்ல, அவங்களுக்கு ஒரு ரீசன் தேவை. எதுக்கு போறான்னு தெரியல. இதை புடி, எவிடன்ஸ் கிரியேட் பண்ணு, இது பண்ணு, இன்வெஸ்டிகேஷன் ஆபீசரை கூப்பிடு, வரும். எல்லா ப்ரூஃப் வருது, எல்லாம் வரும். ஒவ்வொன்னா வெளியே வரும். அவங்க குடும்பத்திலிருந்தே வரும். அவங்க குடும்பத்திலிருந்தே நிறைய பேர் என்கிட்ட கான்டாக்ட். உனக்கு எதா வேணும் நான் சொன்ன, நான் வந்து வாய பொத்திக்கிட்டு வேண்டாம், தேவையில்லை, நான் ஹேண்டில் பண்ணிக்கிறேன். ஒரு நாள்ல என் டைவர்ஸை நான் முடிச்சிருப்பேன். நான் பசங்கன்றதுக்கு ஒரு காரண வாய மூட்டு இருந்தேன். நான் என்னெல்லாம் அந்த போய் கேட்டு பாருங்க, அந்த வீட்டுல என்னெல்லாம் நடந்திருக்குன்னு ஊருக்கே தெரியும். அந்த வீட்டுல என்னெல்லாம் நடந்திருக்குன்னு எங்க அப்பா அம்மா கையெடுத்து காலில் ஊந்து கேட்டாங்க. என்ன வேணாப்பா அந்த குடும்பம்னு சொன்னாங்க. எனக்கு அச்சதை போடும் போதே இப்படிதான் போட்டாங்க, நாசமா போன்னு போட்டாங்க மேல. சொன்னதை கேட்க மாட்டேன். இன்னைக்கு நடந்துருச்சு. எத்தனை நாள் வேலை செய்யவில்லையா? அதான் ஃபெமினிசம் தான். அவர் தான் சொன்னார் வேலை செய்யவில்லைன்னு. சரி, ஏன்னா அப்பா அம்மா வந்துட்டு வேலையெல்லாம் எதுக்குப்பா நீ தான் சம்பாதிக்கிற அப்படிலாம் சொன்னாங்க. சரி, வீட்டை விட்டு வெளியே வந்துட்டோம். அப்பயாவது கேட்க வேண்டியது என்ன? ஃபெமினிஸ்ட் இருந்தா என்ன பண்ணணும்? நான் போவேன் வேலைக்குன்னு சொல்லியிருக்கணும்ல. என்ன நினைச்சிட்டு இருக்காங்க எல்லாரும்? இதுல வேற ஒரு சப்போர்ட் அவங்களுக்கு. அந்த இது பேர்ல எடுக்க கூடாது, கேஸ் வரும். புரியுது எனக்கு. ஆல்ரெடி 100 കേസ് இருக்கு என் மேல. ആൾറെഡി കടൻ ഇருக்கு, എല്ലാമേ ഇருக்கு എൻ മേലെ. ജയം രവി തമിഴ്നാട്ടിൽ നല്ല മാർക്കറ്റുള്ള നടനാണ്. പക്ഷേ ഫാമിലിയിൽ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ തകർന്ന മാതിരി പുള്ളിക്ക് ഫീൽ ചെയ്യാണ്. മക്കളെ കാണാൻ അനുവദിക്കുന്നില്ല. ഒരു വലിയ നടനാണ്, പക്ഷെ മക്കളെ കാണാൻ ഭാര്യ അനുവദിക്കുന്നില്ല. ചില സ്ഥലത്ത് ഈ സിനിമാടന്മാർ മറ്റുള്ള ബന്ധങ്ങളുണ്ടായതുകൊണ്ട് ഭാര്യമാർക്കാണ് പ്രശ്നം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇദ്ദേഹത്തിന് ഭാര്യ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുടെ അമ്മയും കൂടി ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ കാണാൻ സമ്മതിക്കുന്നില്ല, പല പല പ്രശ്നങ്ങളും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. എത്ര ഉണ്ടായാലും നമുക്ക് ചില സമയങ്ങളിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. എല്ലാം തകർന്ന മാതിരി തോന്നും നമുക്ക്. പിന്നെ എന്തിന് ജീവിക്കുന്നു എന്നൊക്കെ തോന്നിക്കളയും. ഇവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഈ ലോകത്തുള്ള ജീവിതം എത്ര നാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ബുദ്ധിപൂർവം ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ. ക്ഷമ വളരെ അത്യാവശ്യമാണ്. എൻ്റെ സ്വഭാവമായിരിക്കില്ല ഭാര്യയ്ക്ക്. അപ്പോൾ ഭാര്യയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട്. എന്നാലും നിയന്ത്രിക്കാൻ പറ്റാത്ത പല ഫാമിലി ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പിരിഞ്ഞു പോകേണ്ടി വരും. കാരണം കഞ്ചാവും വെള്ളമടിക്കുന്ന ഒരു ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? പറ്റില്ല. അതുപോലെ ഭാര്യ അതുപോലെ തോന്നി വഴി നടക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിലും നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആവേണ്ടി വരും. അല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്ത് തന്നെ സ്വന്തം ചിന്തിച്ചു നോക്കുക. അവർ നമ്മുടെ കുഴപ്പം കൊണ്ടാണോ, നമ്മുടെ സ്വഭാവങ്ങളെപ്പറ്റി നമ്മൾ തന്നെ മാറി നിന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അവിടെ തിരുത്താൻ പറ്റിയ കാര്യങ്ങൾ തിരുത്തണം. എല്ലാവരും തിരുത്തണം. അങ്ങനെ തിരുത്തി പോയി കഴിഞ്ഞാൽ ജീവിതം വിജയത്തിലേക്ക് വരും.